ഇന്ത്യയുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, നമ്മുടെ തനത് കലാരൂപങ്ങൾ, ആഘോഷങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, അതുപോലെ തന്നെ നാനാ മതസ്ഥരെയും ഉൾക്കൊള്ളുന്ന ഭാരതീയ സംസ്കാരം, ഇവയെക്കുറിച്ചുള്ള വീഡിയോസാണ് ഈ യൂട്യൂബ് ചാനലിലുള്ളത്. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. ഒരു നിയമം കൊണ്ടുവന്നു. ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും കോടതി ഇടപെടാൻ പാടില്ല. ആ ഒരൊറ്റ നിയമം കൊണ്ടുവന്നാൽ ഈ പ്രശ്നത്തിന് ഒറ്റയടിക്ക് പരിഹാരം ഉണ്ടാക്കണം. കേരള സർക്കാർ ചെയ്യില്ല. കാരണം അവർ റിവ്യൂ പെറ്റീഷൻ പോലും കൊടുക്കാത്തവരോട് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. മുമ്പ് ഷബാനു കേസിലെ ശരീഅത്ത് നിയമങ്ങൾ ചോദ്യം ചെയ്തു. ആ നിയമങ്ങൾ സംരക്ഷിക്കാൻ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധി പാർലമെന്റിൽ നിയമം കൊണ്ടുവന്നു. ആ നിയമം പാർലമെന്റ് പാസ്സാക്കിയപ്പോൾ ശരീഅത്ത് നിയമങ്ങൾ സംരക്ഷിക്കാൻ മുസ്ലിം ജനവിഭാഗത്തിന് ഇന്ത്യയിൽ അവസരം കിട്ടി. അന്ന് ശരീഅത്ത് വിഷയത്തിൽ ശ്രീ രാജീവ് ഗാന്ധി ചെയ്ത ആ പ്രവർത്തനം ശബരിമലയുടെ കാര്യത്തിൽ നരേന്ദ്രമോദി ചെയ്യാൻ തയ്യാറുണ്ട്. ഒരൊറ്റ ചോദ്യം. പക്ഷേ ഒരു കേന്ദ്രമന്ത്രിയോട് ചോദിച്ചു ഓർഡിനൻസ് കൊണ്ടുവരുമോ? ബാക്കി എല്ലാം അദ്ദേഹം കേട്ടിട്ട് മാത്രം കേട്ടില്ല. അദ്ദേഹം പോയി. ഇപ്പൊ ലോങ് മാർച്ചിന് നേതൃത്വം നടത്തുന്ന ശ്രീധരൻപിള്ള കുവൈറ്റിൽ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ വലത്തുവശത്തിരുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ MP ശ്രീമതി മീനാക്ഷി ലേഖിയോട് പത്രക്കാരി ചോദിച്ചു, ശബരിമല സമരത്തിൽ നിങ്ങളുടെ നിലപാടെന്താ? അതൊക്കെ ഇദ്ദേഹം പറയുന്നത് ആ സ്ത്രീ എഴുന്നേറ്റ് പോയി. വനിതാ കമ്മീഷന്റെ ദേശീയ അധ്യക്ഷ അവരുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, കോടതിക്കെതിരെ സമരം ചെയ്യുന്ന സ്ത്രീകളെയൊക്കെ പിടിച്ച് അകത്താക്കും. അങ്ങനെ ഒരു നിയമമുണ്ടോ? അവർക്ക് അതിന്റെ അധികാരമൊന്നുമില്ല. ഒരു നോട്ടീസ് അയക്കാൻ അധികാരമേ ഉള്ളൂ. സംസ്ഥാനത്തെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ പറയുകയാണ്, ഒരു സ്ത്രീകളും ഇതിനെതിരായിട്ട് രംഗത്ത് വരാൻ പാടില്ല എന്ന് പറയുന്ന സ്ത്രീകൾ